ഇതാണ് നമ്മളെ വണ്ടിയുടെ ഓയിൽ, ഗിയർ ഓയിലാണ്. എല്ലാവർക്കും നമസ്കാരം, സാലു ആണ്. നമ്മളെല്ലാവരും ഒരു കാറ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ്. പഴയ കാറ് വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ഒരു കാറ് വാങ്ങുകയാണെങ്കിൽ ആദ്യം ശ്രദ്ധിക്കുക എന്താന്ന് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരുവിധം എല്ലാവർക്കും അറിയാം വണ്ടി ചെക്ക് ചെയ്യാനും കാര്യങ്ങളും. അറിയാത്തവർ ഇപ്പം പഴയ പോലെ പോയി ഒറ്റയ്ക്ക് നോക്കി എടുക്കുന്നൊന്നുമില്ല. അറിയുന്ന ആളെ കൊണ്ട് തന്നെയാണ് എല്ലാ ഷോറൂമിലും അതിനുള്ള സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകുന്നൊരു കാര്യമുണ്ട്, മുട്ടം പണി കിട്ടുന്നത്. എനിക്ക് പണ്ടൊരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെന്താന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ ഗിയർ ബോക്സ് മാത്രം ചെക്ക് ചെയ്യില്ല. ഒരു കാർ എടുക്കാൻ പോകുമ്പോൾ എഞ്ചിനും ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും. ഒരു പുതിയ വണ്ടി വാങ്ങുകയാണെങ്കിൽ 20,000 കിലോമീറ്ററിൽ ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അത് കമ്പനിയിൽ നിന്ന് സർവീസ് ചെയ്യുന്ന എല്ലാ വണ്ടികളും അങ്ങനെ ചെയ്യും. പക്ഷേ നമ്മൾ വാങ്ങുന്ന കാറുകൾ, യൂസ്ഡ് കാർ ആവട്ടെ, ഇനിയിപ്പോൾ പുതിയ കാർ ഓക്കെ, അത് കമ്പനി സർവീസിൽ അവർ ഓട്ടോമാറ്റിക് ചെയ്തു പോകും. നമ്മൾ വാങ്ങുന്ന ഒരുവിധം കാറുകളൊക്കെ ആരെങ്കിലും ഗിയർ ഓയിൽ മാറ്റാറുണ്ടോ? എഞ്ചിൻ ഓയിൽ മാറ്റും, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. അത് ഒരുവിധം നല്ലൊരു വർക്ക്ഷോപ്പ് ആണെങ്കിൽ അവരത് പറഞ്ഞു തരും ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യാനായിട്ടുണ്ടെന്ന്. അത് മാറ്റിയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഗിയർ ഓയിൽ കുറച്ച് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. കുറച്ച് ഓടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്മൂത്ത്നെസ് പോയിട്ട് ഗിയറിന്റെ പല്ല് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഈ കാറ് ഗിയർ ഓയിൽ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, അതിന് എത്ര കോസ്റ്റ് വരും എന്നൊക്കെ ഈ വീഡിയോയിലൂടെ കാണിച്ചു. വർക്ക്ഷോപ്പ് എൻ്റെ വീട് കോഴിക്കോടാണ്, കോഴിക്കോട് വെള്ളിമാട് നിന്നാണ്. പക്ഷേ നമുക്ക് ഒരു 1.5 കിലോമീറ്ററിന് അടുത്തേ ഉള്ളൂ ഞാൻ കാണിക്കുന്ന വർക്ക്ഷോപ്പ്. അവിടെയാണ് എൻ്റെ ഈ കാറ്, അവർ ഓയിലും കാര്യങ്ങളൊക്കെ ഒരുവിധ വർക്കൊക്കെ അവിടെ തന്നെയാണ് ചെയ്യാറ് ഞാൻ. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന i20 ആണ്. ഇതിന് മുന്നേ ഒരു ഫിഗോ ഉണ്ടായിരുന്നു. ആ ഫിഗോ ഞാൻ കൊടുത്തിട്ടാണ് ഇത് വാങ്ങിച്ചത്. ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ആ വർക്ക്ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, ഏകദേശം എത്ര പൈസയാവും, ഡീസലിനും പെട്രോളിനും ഒക്കെ ഗിയർ ഓയിലിന് എത്ര പൈസയാവും എന്നൊക്കെ ചോദിച്ചു നോക്കാം നമുക്ക്. പിന്നെ ഗിയർ ഓയിൽ ഒരു പ്രാവശ്യം ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ നമുക്ക് ഓടിക്കാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മൂഴിക്കൽ തനിമ ഹോട്ടലിന്റെ അടുത്തുനിന്ന് റൈറ്റിലേക്കാണ് തിരിയേണ്ടത്. ഇവിടെ നിന്നാണ്, ഇതാണ് ഹോട്ടൽ. നമ്മൾ ഓയിലൊന്നും വാങ്ങിച്ചു കൊടുക്കണ്ട, ഇവരുടെ അടുത്ത് തന്നെ ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, എല്ലാ കാര്യങ്ങളും വെക്കുന്നത്. ഇതാണ് ടെക്നോ പാർക്ക്. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ഉള്ള ആ ചേട്ടന്മാരൊക്കെ തന്നെയാണ്. നല്ല പണിയിലാണ് ഇവര്. മഴയൊന്നും പ്രശ്നമില്ലല്ലേ? 5 മണിയല്ലേ? റീസെറ്റ് ചെയ്യാം അല്ലേ? ഇത് ഏതാ വണ്ടി? വേഗണറുണ്ടാ അല്ലേ? ഇത് ഏകദേശം എഞ്ചിൻ മൊത്തം സെറ്റ് ചെയ്യാൻ എത്ര പൈസ വരും നിങ്ങളെ കണക്കിൽ? ഫുൾ ഒറിജിനൽ സാധനം ഇട്ടിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡസ്ട്രിയൽ വർക്ക് അടക്കം ഒരു 25,000 രൂപ. 25,000 രൂപ മാരുതി വേഗണറിന്റെ ഫുള്ള് നിങ്ങൾ ചെയ്ത് കൊടുക്കും അല്ലേ? നിങ്ങൾ കണ്ടില്ലേ, പുതിയൊരു വണ്ടിയുടെ എഞ്ചിൻ പോലെ തന്നെ ഇത്. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഇത്? കിലോമീറ്റർ വണ്ടി വളരെ കുറഞ്ഞ കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. ഒരു 20,000 കിലോമീറ്ററിന്റെ അടുത്തേ വണ്ടി ഓടിയിട്ടുള്ളൂ. പക്ഷെ അതിന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വണ്ടി വെള്ളത്തിൽ കൂടെ ഓടിയ സമയത്ത് പിന്നെ ബ്രീത്തിങ് വന്ന് എഞ്ചിൻ്റെ ഉള്ളിൽ വെള്ളം ചെറുതായിട്ട് കയറി. വണ്ടി ഓഫായിട്ടില്ല, പക്ഷെ കസ്റ്റമർക്ക് അറിയൂല, ഫീൽ ചെയ്തിട്ടുമില്ല, മിസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടിന്റെ കംപ്ലൈന്റ് എന്ന് വെച്ചാൽ കുറച്ച് ദൂരം ഓടിക്കഴിഞ്ഞാൽ വണ്ടിക്ക് ഒരു സൗണ്ട്, ഒരു അബ്നോർമൽ സൗണ്ട് വരുന്നു. വേറെ മിസ്സിങ് ഒന്നുമില്ല. അങ്ങനെ നമ്മളും ഇവിടുന്ന് കുറേ ചെക്ക് ചെയ്തിട്ട് പിന്നെ നോക്കി, അങ്ങനെ അവസാനം നമ്മൾ ഹെഡ് അയച്ച സമയത്താണ് അതിൻ്റെ കൺട്രാഡ് ബെൻഡ് കാണുന്നത്. അങ്ങനെ നമ്മൾ എഞ്ചിൻ അയച്ച് ഇൻഡസ്ട്രിയിൽ കൊടുത്ത സമയത്ത് 3 കൺട്രാഡും ബെൻഡായിട്ടുണ്ടല്ലേ? ഒരു പിസ്റ്റൺ കംപ്ലൈന്റ് ആയിട്ടുണ്ടല്ലേ? ആ ഒരു പിസ്റ്റണും പ്രശ്നമുണ്ട്. 3 കൺട്രാഡും ബെൻഡായി. പുതിയ വണ്ടിയല്ലേ? സീരീസ് എഞ്ചിനാണ് ഇത്. പുതിയ ഇത് എത്ര ലിറ്ററാണ് നമ്മളെ i20യിലേക്ക് വേണ്ടത്? എൻ്റെ വണ്ടി ഡീസലാണ്, CRD എഞ്ചിനാണ്. എത്രയാണ് വേണ്ടതിന്? i20 നമുക്ക് 2.5 ലിറ്റർ ഗിയർ ഓയിൽ വേണം അല്ലേ? ഓക്കെ. ഈ ഗിയർ ഓയിൽ മാറിയിട്ടില്ലെങ്കിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഗിയർ ഓയിൽ മാറിയിട്ടില്ലെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ എഞ്ചിൻ ഓയിൽ പോലെ അല്ല ഗിയർ ഓയിൽ. ഈ എഞ്ചിൻ ഓയിൽ നമുക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എഞ്ചിൻ ഓയിൽ നമ്മളെപ്പോഴും ചെക്ക് ചെയ്യുന്നതാണ്. ഗിയർ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യില്ല. ഗിയർ ഓയിൽ എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഗിയർ ഓയിൽ കുറയുള്ളൂ. അപ്പം ഗിയർ ഓയിൽ നമ്മൾ ഒരു പീരീഡാണ് പറയുന്നത്. ശരിക്കും 40,000 കിലോമീറ്ററാണ് ഗിയർ ഓയിൽ മാറ്റാൻ വേണ്ടി പറയുന്നത്.
ഓക്കെ 40 അല്ല, ആദ്യം 20 വരുന്നല്ലോ. അത് 20 ഇപ്പോൾ 40,000 ആണ്. 40,000 പുതിയ ലേറ്റസ്റ്റ് വരുന്നത് 80,000 കിലോമീറ്ററിലാണ് മാറുന്നത്. പിന്നെ ലൈഫ് ലോങ് വരുന്നതും ഉണ്ട്. അപ്പോൾ നമ്മൾ യൂസ്ഡ് കാറൊക്കെ എടുക്കുകയാണെങ്കിൽ നിർബന്ധമായും നമുക്ക് നമ്മളിത് ചെക്ക് ചെയ്യാൻ പറ്റും. ഓയിലൊക്കെ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇത് മോശമായിട്ടുണ്ടോ ഇല്ലയെന്ന്? ഇല്ല, ഗിയർ ഓയിൽ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ വർക്ക്ഷോപ്പിൽ തന്നെ കൊണ്ടുപോകണം. വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് നമ്മൾ നോക്കിയാൽ മാത്രമേ ഉള്ളൂ ഗിയർ ഓയിൽ ചെക്ക് ചെയ്യാൻ. എന്തായാലും ഒന്ന് ചേഞ്ച് ചെയ്യുന്നത് നല്ലതല്ലേ? ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് അതിന്റെ ക്വാളിറ്റി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്താൽ മതി. നോക്കി എത്രത്തോളം അതിന് പിന്നെ ഗിയർ ഓയിൽ മോശമായിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ വണ്ടിക്ക് എങ്ങനെ എഫക്ട് ചെയ്യാറ്? ഗിയർ ഓയിൽ മോശമായി കഴിഞ്ഞാൽ ഗിയറിന് തേയ്മാനം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇത് കുറേ ഓടിക്കഴിഞ്ഞാൽ ഗിയറിന് ചെറിയ തേയ്മാനം വരും. അപ്പോൾ അതിൻ്റെ മെറ്റൽ പാർട്സൊക്കെ ഗിയർ ബോക്സ് ഈ ഓയിലിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ അത് കൂടുതൽ ഓടിക്കഴിഞ്ഞാൽ ഗിയറിന് കൂടുതൽ തേയ്മാനം വരും. നമ്മൾ ആ കറക്റ്റ് ടൈമിന് തന്നെ മാറ്റണം. പിന്നെ ആ കറക്റ്റ് ഗ്രേഡും വേണം. ഇപ്പം വരുന്ന വണ്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ 75-90 എന്ന് പറഞ്ഞൊരു ഗിയർ ഓയിലാണ് ആദ്യം വരുന്നത്. ഡീസലിനൊക്കെ സെയിം ആണോ? അതെ, ആദ്യം വരുന്നത് 80-90 ആയിരുന്നു. ഇപ്പോൾ വരുന്നത് 75-90 എന്ന് പറഞ്ഞൊരു ഗിയർ ഓയിലാണ്. ഒരു കാര്യം കൂടെ, ഏകദേശം നിങ്ങളെ സർവീസ് കോസ്റ്റ് അടക്കം ഏകദേശം ലേബറും എല്ലാം കൂടി അടക്കം നിങ്ങളെ ഓയിലും കാര്യങ്ങളും നല്ല ക്വാളിറ്റി ഓയിലല്ലേ? ഷെൽ തന്നെയല്ലേ ഉപയോഗിക്കുന്നത്? ഷെല്ലിന്റെ ഏകദേശം എത്ര വരും? നമ്മൾ എൻ്റെ ഒരു വണ്ടിക്ക് ഏകദേശം എത്ര വരുന്നുണ്ട്? അത് ഗിയർ ഓയിൽ ഗിയർ ഓയിൽ 2.5 ലിറ്റർ വരിക. ഗിയർ ഓയിലിന് 1000 രൂപ വരും. നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് ഒരു 200 രൂപ, 1200 രൂപ ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യും. നോർമലി നമുക്ക് ഒരു സ്വിഫ്റ്റ് അതുപോലെ തന്നെ i20 ഡീസൽ കാറിന്റെ ഓയിൽ ചേഞ്ച് ചെയ്യാൻ ഫിൽറ്ററോ എല്ലാം അടക്കം നിങ്ങൾക്ക് എത്ര ചാർജ് വരുന്നുണ്ട്? എഞ്ചിൻ ഓയിൽ ഫിൽറ്ററും അടക്കം ഒരു 1400 രൂപയോളം വരും. 1400 രൂപയ്ക്ക് നിങ്ങൾ ലേബർ അടക്കം വരും? ലേബർ അടക്കം. അത് ഒറിജിനൽ ഓയിൽ ഫിൽറ്ററാണ് ഇടുന്നത്. അതാണ് പ്രത്യേകം സൂക്ഷിക്കേണ്ടത്. കാരണം കുറഞ്ഞ ഓയിൽ ഫിൽറ്ററിന് വില കുറവാണ്. കിലോമീറ്റർ പിന്നെ ഓടിക്കാതെ അത് 10,000. നമുക്ക് നോക്കാം എൻ്റെ വണ്ടിയുടെ ഗിയർ ഓയിലിന്റെ സ്ഥിതി എന്താന്ന്. നമുക്കിപ്പോൾ കണ്ടറിയില്ല മാറ്റാനായിട്ടുണ്ടോ ഇല്ലയെന്ന്. ഓയിൽ കണ്ടാൽ ഏകദേശം അറിയാം. ഓക്കെ ഇതാണ് നമ്മളെ വണ്ടിയുടെ ഓയിൽ. ഗിയർ ഓയിലാണ്. ഓയിൽ കുറച്ച് കട്ടിയായി പോയിട്ടുണ്ടല്ലേ? കുറച്ചും കൂടി തിന്നായിട്ടുള്ള ഓയിലായിരിക്കും. കട്ടി ഉണ്ടാവില്ല. കുറച്ച് ഓടിയന്റെ ആ ഒരു പഴക്കത്തിന്റെ അതിന്റെ വിസ്കോസിറ്റിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഗിയർ സ്മൂത്ത് ആവും, കുറച്ചും കൂടി സ്മൂത്ത് ആവും. 2 വീഡിയോ ചേട്ടാ, നമ്മൾ 2 വീഡിയോ അവിടെ ചെയ്തത്. 2 വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി കാണാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ വീഡിയോയുടെ ലാസ്റ്റ് എൻ്റെ സ്ക്രീനിലും നിങ്ങൾക്ക് കാണാം. അപ്പം ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങൾ ചേഞ്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടില്ലേ, അതുപോലെയാവും നമുക്ക് ഗിയർ ബോക്സിനൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ സൂചിപ്പിച്ചില്ലേ, എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. അതാ തമ്പനയിൽ ഞാൻ അങ്ങനെ കൊടുത്തത്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മളെ ഗിയർ ബോക്സും കൂടിയും കെയർ ചെയ്യുക. ഈ കോവിഡിൻ്റെ പ്രശ്നം രൂക്ഷമായത് കാരണമാണ് നമുക്ക് കാറുകളുടെ റിവ്യൂസ് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. നമ്മൾ ലാസ്റ്റ് ചെയ്തത് സെക്കൻഡ് ചോയ്സ് മുഹമ്മദ് ഖാൻ്റെ ഷോറൂമിലായിരുന്നു. അപ്പം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏകദേശം 1,00,000 മുകളിൽ അതിന് വ്യൂസ് വന്നിട്ടുണ്ട്. അത് 10 ദിവസമായി ഇപ്പം. അതിനുശേഷം ഞാൻ ചെയ്യുന്ന എൻ്റെ വണ്ടിയുടെ ഓയിൽ ചേഞ്ചിങ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഉപകാരപ്പെടും. കാരണം നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചത്. ഞാനും പല തവണ മറന്നു പോയിട്ടുണ്ട് ഇങ്ങനെ ചെയ്യാനൊക്കെ. എനിക്ക് പണ്ടൊരു പണിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സാലു, സൈനിങ് ഓഫ്.